ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഗോഡ്സ് വേയുടെ ഒരു പുതിയ എപ്പിസോഡ് കൂടി വന്നു ചേർന്നിരിക്കുകയാണ്. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടതായ പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ഗോഡ്സ് വേ കുടുംബാംഗങ്ങളെയും ഒത്തിരി സ്നേഹത്തോടെ ഗോഡ്സ് വേയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും ഒത്തിരി 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 സ്നേഹത്തോടെ ഗോഡ്സ് വേയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കെ, എല്ലാവർക്കും സുഖാണോ? സന്തോഷാണോ? ചിലരുടെ മുഖത്ത് സന്തോഷാണെന്ന് പറഞ്ഞാൽ സന്തോഷം കാണുന്നില്ല. ശരിക്കും സത്യത്തിൽ സന്തോഷം ഉണ്ടോ? അതോ വെറുതെ ഇങ്ങനെ എന്തായാലും ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കുന്ന പരിപാടിയല്ലേ, കിടന്നോട്ടെ ഒരു സന്തോഷം, അങ്ങനെയാണോ? അല്ല, വീട്ടിലൊക്കെ യഥാർത്ഥമായ സന്തോഷം ഉണ്ടോ? എല്ലാ ദിവസവും സന്തോഷാണോ? നോണ പറയരുത്. എല്ലാ ദിവസവും സന്തോഷാണോ വീട്ടില്? ഇല്ലേ? ഉണ്ടോ? ഓ ആവോ? എപ്പോ? എല്ലാ ദിവസവും സന്തോഷാണ്. നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം. എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും സന്തോഷമൊന്നുമില്ല. ചില ദിവസങ്ങളൊക്കെ സങ്കടമൊക്കെ ഉണ്ടാവാറുണ്ട്. നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും സന്തോഷമാണ്? ആണോ? ഇപ്പൊ ഇടയ്ക്ക് ഇനി സ്ഥിരമാവോ? ഇല്ല, സ്ഥിരമാവരുത്. ഇടയ്ക്കൊക്കെ വേണമല്ലേ. നമ്മൾ പോകുന്ന റോട്ടിലൂടെ പോകുമ്പോൾ എല്ലാ വഴിയും നേരെ പോവോ? ഇല്ല, ഇടയ്ക്കൊരു കയറ്റം ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഇറക്കം ഉണ്ടായിരിക്കും, ചിലപ്പോൾ കുണ്ടും കുഴിയൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? യെസ്, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, പഠനമൊക്കെ എങ്ങനെ പോണു? ആരുടെ? നമ്മുടെ കാര്യം പറഞ്ഞാൽ മതി. എങ്ങനെ പോണു? നന്നായി പഠിക്കാറുണ്ടോ? പൊസിഷനൊക്കെ എഴുതാറുണ്ടോ? പുറത്ത് നിൽക്കാറുണ്ടോ? ശരി, അപ്പൊ എന്തായാലും നമുക്ക് ഒരു കൊച്ചു പ്രാർത്ഥനയോട് കൂടി ആരംഭിക്കാം. ഗോഡ്സ് വേയിൽ നമ്മൾ എല്ലാ പ്രാവശ്യവും ഒരു ചെറിയ പ്രാർത്ഥനയ്ക്ക് സ്ഥാനം കൊടുക്കാറുണ്ട്. നമുക്ക് നിവർന്നിരിക്കാം, കൈകളൊക്കെ ഒന്ന് നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നത് മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അനേകം മാധ്യമങ്ങളുണ്ട്, പലതരത്തിലുള്ള മാധ്യമങ്ങളുണ്ട്. പക്ഷെ ഈ മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നന്മ കാണിക്കണമെന്നുള്ളതല്ല. നന്മ ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ എങ്കിൽ പോലും കൂടുതലും പ്രദർശിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ മനസ്സിനെ പേടിപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന, കുറെ സങ്കടങ്ങൾ വാരിക്കൊടുക്കുന്ന കുറെ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നല്ലത് സ്വീകരിക്കുവാനായിട്ട്, നല്ലത് കേൾക്കുവാനായിട്ട്, നല്ലത് പഠിക്കുവാനായിട്ട് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമെന്നും നമ്മുടെ എല്ലാവരെയും പ്രത്യേകമായി ഈ ഗോഡ്സ് വേ കാണുന്ന വ്യക്തികളോട് പ്രത്യേകമായി പറയുന്നു, മാധ്യമങ്ങളിലൂടെ നമ്മൾ സ്വീകരിക്കേണ്ടത് ഏറ്റവും നന്മയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉയർച്ചയിലൂടെ ലോകത്തിന് നന്മ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കെ, അപ്പൊ നമുക്ക് പരിചയപ്പെടണം. അപ്പോൾ പരിചയപ്പെടുമ്പോൾ കൂട്ടുകാരുടെ അടുത്തേക്ക് നമ്മൾ കൈ കാണിക്കുന്നു. ഇതാരോട് വെച്ചിട്ട് കയ്യിലേക്ക് കൈ വെച്ചേ? വെറുതെ കൈ വെച്ചോണ്ട് കൈ കാണിക്കുമ്പോഴേക്കും ശരി, ഓക്കെ. അവനത് അറിയാം ഞാൻ കൈ ചോദിക്കുന്നുള്ളൂ, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ കൈ ഇങ്ങനെ കയ്യിലേക്ക് വയ്ക്കുന്നു. അതിൻ്റെ അടുത്ത കൈ ഇങ്ങനെ കൂട്ടിപ്പിടിക്കണം. ആ കൈ വേണ്ട, ഈ കൈ മാത്രം മതി. എന്നിട്ട് അടുത്ത് പിടിച്ച് അടുപ്പിച്ച് ചോദിക്കണം, എടാ സുഖമാണോടാ നിനക്ക്, എന്തുണ്ടെടാ വിശേഷമൊക്കെ? ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടുകൂടി കൈമയാണ് മുഴുവൻ സ്നേഹം കൊടുക്കാൻ പോകുന്നത് നമ്മൾ. ഓക്കെ, ശരി. രണ്ടുപേര് പെട്ടെന്ന് ചെയ്യണം. നിങ്ങൾ രണ്ടുപേര് നിങ്ങൾ മോനെ അങ്ങോട്ട് കൊടുക്കണം. നിങ്ങൾ രണ്ടുപേര് ചെയ്യണം കേട്ടോ. ദെൻ റെഡി, സ്റ്റാർട്ട്. ഓക്കെ. ഓ മതി. രണ്ടുപേര്, ഒരാൾ അങ്ങോട്ട് വിട്ട് കൊടുക്കില്ല, ഒരാൾ ഇങ്ങോട്ട് വിട്ട് കൊടുക്കുക. ബലം പിടിച്ചുകൊണ്ടിരിക്കണം. വിട്, എൻ്റെ കൈ വിട്. ശരി. അപ്പോൾ ഒരല്പം സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ നിങ്ങളുടെ പുറത്തൊക്കെ പോകുമ്പോഴും സ്കൂളിൽ ചേരുമ്പോഴൊക്കെ കൂട്ടുകാരുടെ അടുത്തൊക്കെ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു വെറൈറ്റിയോടുകൂടി വേണം മറ്റുള്ള വിഷ് ചെയ്യാനായിട്ട്. നമ്മൾ എപ്പോഴാണ് ഹലോ അപ്പോൾ അങ്ങനെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാക്കണം നമ്മുടെ വാക്കിലൂടെ. ഓക്കെ, നമുക്കിന്നൊരു പാട്ട് പഠിക്കാം. ഗോഡ്സ് വേയുടെ ഈ എപ്പിസോഡിൽ നമുക്ക് ഏത് തരം പാട്ട് പഠിക്കണം? ഒരു ചെറിയൊരു മലയാളം പാട്ട് പഠിക്കാം. ഇത് എനിക്ക് തോന്നുന്നു വലിയ ക്ലാസ്സുകാരൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും കുഞ്ഞു കുട്ടികൾക്കായി ഇത്തിരി കൂടി രസമായിട്ട് ചെയ്യാൻ സാധിക്കുക. ശരി, പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാണ്. മയിലുകൾ കൂടി നൃത്തമാടി, പറയാം. മയിലുകൾ കൂടി നൃത്തമാടി, കുയിലുകൾ പിന്നണിയിൽ പാടി, മരക്കൊത്തി മരത്തിന്മേൽ തകതിമി താളം,
മരക്കൊത്തി മരത്തിന്മേൽ തകതിമി താളം. തവളകൾ മുശങ്കുമേളം. തവളകൾ മൂശങ്കുമേളം. കിട്ടിയോ? അറിഞ്ഞുവോ നിങ്ങൾ അറിഞ്ഞുവോ? അറിഞ്ഞുവോ നിങ്ങൾ അറിഞ്ഞുവോ? ദൈവ സ്നേഹം അറിഞ്ഞുവോ? ദൈവസ്നേഹം അറിഞ്ഞുവോ? അറിഞ്ഞുവോ നിങ്ങൾ അറിഞ്ഞുവോ? അറിഞ്ഞുവോ നിങ്ങൾ അറിഞ്ഞുവോ? ദൈവ സ്നേഹം അറിഞ്ഞുവോ? ദൈവസ്നേഹം അറിഞ്ഞുവോ? പാടിത്തരാം, ചേർന്ന് പാടാം നമുക്ക്. ഞാൻ ആദ്യം പാടിത്തരും. മയിലുകൾ കൂടി നൃത്തമാടി. പാടാം. മയിലുകൾ കൂടി നൃത്തമാടി. കുയിലുകൾ പിന്നണിയിൽ പാടി. കുയിലുകൾ പിന്നണിയിൽ പാടി. മരക്കൊത്തി മരത്തിന്മേൽ തകതിമി താളം. മരക്കൊത്തി മരത്തിന്മേൽ തകതിമി താളം. തവളകൾ മുശങ്കുമേളം. തവളകൾ മൂശങ്കുമേളം. അറിഞ്ഞുവോ നിങ്ങൾ അറിഞ്ഞുവോ? അറിഞ്ഞുവോ നിങ്ങൾ അറിഞ്ഞുവോ? ദൈവ സ്നേഹം അറിഞ്ഞുവോ? ദൈവസ്നേഹം അറിഞ്ഞുവോ? കൂടി. അറിഞ്ഞുവോ നിങ്ങൾ അറിഞ്ഞുവോ? പാടാം. അറിഞ്ഞുവോ നിങ്ങൾ അറിഞ്ഞുവോ? ദൈവ സ്നേഹം അറിഞ്ഞുവോ? ദൈവസ്നേഹം അറിഞ്ഞുവോ? ഓക്കെ, നമുക്ക് ഇരുന്നു കൊണ്ട് തന്നെ ഇതിന്റെ ചെറിയൊരു ആക്ഷൻ ഞാൻ കാണിച്ചു തരാം. റെഡി? ആർ യു റെഡി? യെസ് ആണെങ്കിൽ കൈകളും ഉയർത്തി കാണിക്കണം. യെസ് കൈകളും ഉയർത്തി കാണിക്കണം കേട്ടോ. ആർ യു റെഡി? യെസ്. ഓക്കെ, കൈ ഇങ്ങനെ പിടിക്കുന്നു. മയിലുകൾ കൂടി നൃത്തമാടി. കാണിച്ചേ. മയിലുകൾ കൂടി നൃത്തമാടി. ശരിക്കും വളയണം നല്ല പോലെ. കൈകളൊക്കെ എല്ലാം അനക്കണം കേട്ടോ. മയിലുകൾ കൂടി നൃത്തമാടി. മയിലുകൾ കൂടി നൃത്തമാടി. കുയിലുകൾ പിന്നണിയിൽ പാടി. കുയിലുകൾ പിന്നണിയിൽ പാടി. പിന്നെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കൈ ഇങ്ങനെ പിടിക്കുക. ഓക്കെ, പിന്നെ കാലും നമ്മൾ ഉപയോഗിക്കണം. എങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം. മരക്കൊത്തി മരത്തിന്മേൽ തകതിമി താളം. മരക്കൊത്തി മരത്തിന്മേൽ തകതിമി താളം. ഓക്കെ, തവളകൾ എന്ന് പറയുമ്പോൾ രണ്ട് കൈകളെ കൂട്ടിപ്പിടിക്കുന്നു, ചുണ്ടിനോട് ചേർത്ത് വയ്ക്കുന്നു, ഒന്ന് കുനിയണം. ഉണ്ട്. തവളകൾ മുശങ്കുമേളം. കാണിച്ച്. തവളകൾ മൂശങ്കുമേളം. കൈ ഇങ്ങനെ തവളകളല്ല, കൈകൾ ഇങ്ങനെ അടുത്ത് പിടിക്കണം, മുഖത്തിനോട് ചേർത്ത് പിടിക്കണം. ഉണ്ട്. തവളകൾ മുശങ്കുമേളം. പഠിക്കേ. തവളകൾ മൂശങ്കുമേളം. അറിഞ്ഞുവോ നിങ്ങൾ അറിഞ്ഞുവോ? അറിഞ്ഞുവോ നിങ്ങൾ അറിഞ്ഞുവോ? ചിരിച്ചിട്ടൊക്കെ ചോദിക്കണം. അറിഞ്ഞുവോ എന്നല്ല ചോദിക്കണ്ടേ, ചിരിച്ചിട്ട് ചോദിക്കണം. അറിഞ്ഞുവോ നിങ്ങൾ അറിഞ്ഞുവോ? അറിഞ്ഞുവോ നിങ്ങൾ അറിഞ്ഞുവോ? ദൈവ സ്നേഹം അറിഞ്ഞുവോ? ദൈവസ്നേഹം അറിഞ്ഞുവോ? ഓക്കെ, ഇത്രേ ഉള്ളൂ പാട്ട്. ഇഷ്ടമായ പാട്ട്? നന്നായി ചെയ്യാൻ പറ്റൂല്ലേ? സിമ്പിൾ പാട്ടാണല്ലേ? ശരി, അങ്ങനെ നമുക്ക് മ്യൂസിക്കിനോട് ചേർന്ന് പാടാം. ആർ യു റെഡി? യെസ്. മയിലുകൾ കൂടി നൃത്തമാടി. കുയിലുകൾ പിന്നണിയിൽ പാടി. മയിലുകൾ കൂടി നൃത്തമാടി. കുയിലുകൾ പിന്നണിയിൽ പാടി. മരക്കൊത്തി മരത്തിന്മേൽ തകതിമി താളം. തവളകൾ മുശങ്കുമേളം. മരക്കൊത്തി മരത്തിന്മേൽ തകതിമി താളം. തവളകൾ മുശങ്കുമേളം. മയിലുകൾ കൂടി നൃത്തമാടി. കുയിലുകൾ പിന്നണിയിൽ പാടി. മയിലുകൾ കൂടി നൃത്തമാടി. കുയിലുകൾ പിന്നണിയിൽ പാടി. മരക്കൊത്തി മരത്തിന്മേൽ തകതിമി താളം. തവളകൾ മുശങ്കുമേളം. മരക്കൊത്തി മരത്തിന്മേൽ തകതിമി താളം.
തവളകൾ മുശങ്കുമേളം. അറിഞ്ഞുവോ? അറിഞ്ഞുവോ നിങ്ങൾ അറിഞ്ഞുവോ ദൈവസ്നേഹം? അറിഞ്ഞുവോ? അറിഞ്ഞുവോ നിങ്ങൾ അറിഞ്ഞുവോ ദൈവസ്നേഹം? മയിലുകൾ മയിലുകൾ കൂടി നൃത്തമാടി കുയിലുകൾ പിന്നണിയിൽ പാടി. മരക്കൊത്തി മരക്കൊത്തി മരത്തിന്മേൽ തകതിമി താളം തവളകൾ മുശങ്കുമേളം. അറിഞ്ഞുവോ നിങ്ങൾ അറിഞ്ഞുവോ ദൈവത്തിൻ സ്നേഹം? അറിഞ്ഞുവോ? അറിഞ്ഞുവോ? അറിഞ്ഞുവോ നിങ്ങൾ അറിഞ്ഞുവോ ദൈവത്തിൻ സ്നേഹം? Praise the Lord. Praise the Lord. Hallelujah. 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 സ്വസ്ഥാനങ്ങളിരിക്കാം. എല്ലാവരും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തു. ചില ആളുകളൊക്കെ ഇങ്ങനെ അറിയാത്ത പോലെയൊക്കെ ചെയ്തു, പക്ഷെ ചില ആൾക്കാർ വളരെ ആക്റ്റീവായിട്ടൊക്കെ ചെയ്തു. ഓക്കെ, നമുക്ക് പാട്ട് മാത്രം മതിയോ? പോരാ, വചനം കേൾക്കണം അല്ലേ? നന്മയിൽ വളരണമെങ്കിൽ വചനം കേൾക്കണം, പാട്ട് മാത്രം പോരാ. അപ്പം നമുക്കൊരു അല്പസമയം ഈശോയുടെ വചനം കേൾക്കാനായിട്ട് ഒരുങ്ങാം. നമുക്ക് വചനം പങ്കുവയ്ക്കുവാനായിട്ട് സ്ഥിരമായിട്ട് വരുന്ന ചേട്ടൻ തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ചേട്ടൻ്റെ പേരെന്താ? ബോണി ചേട്ടൻ. എല്ലാവർക്കും സുപരിചിതനാണ്. ബോണി ചേട്ടനെ നമുക്ക് വെൽക്കം ചെയ്യാം. ബോണി ചേട്ടനെ വെൽക്കം ചെയ്യുന്നത് നല്ലൊരു ക്ലാപ്പോട് കൂടിയിട്ടാണ്. ഓക്കെ, ഈ ക്ലാപ്പ് ഒരു സൈലന്റ് ക്ലാപ്പാണ്, സൈലന്റ് ക്ലാപ്പ്. ഓക്കെ, ഈ ക്ലാപ്പ് ഇങ്ങനെയാണ്. നമ്മൾ ഈ രണ്ട് കൈകൾ സൈലന്റ് അല്ലേ, അപ്പോൾ രണ്ട് കൈകൾ ഇങ്ങനെ ഉയർത്തും. ക്ലാപ്പ് ഗോ എന്ന് പറയുമ്പോൾ രണ്ട് കൈകൾ ഉയർത്തണം. രണ്ട് പതുക്കെ ഇങ്ങനെ ഫിംഗറിൽ അനക്കി മാത്രം ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ കൈകളിങ്ങനെ പതുക്കെ കൊണ്ടുവന്നിട്ട് ഒരു വെൽക്കം ചെയ്യാം. ബോണി ചേട്ടൻ വരുമ്പോൾ Are you ready? Yes. Okay, then silent clap go. Praise the Lord. Praise the Lord. നമുക്കൊന്ന് ഈശോയ്ക്ക് സന്തോഷത്തോടെ ഒന്ന് വലത് കൈ ഉയർത്തി നന്ദി പറയാം. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. നിങ്ങളെല്ലാവരും വളരെ നന്നായിട്ട് പാട്ടുപാടി, നല്ല സൈലന്റ് ക്ലാപ്പ്, വളരെ ഭംഗിയായിരുന്നു. നിങ്ങൾ കൈ എടുക്കുന്നതും ഒക്കെ നന്നായിരുന്നു. വെരി ഗുഡ്. പാട്ട് കുറേ പക്ഷികളെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു പാട്ടായിരുന്നല്ലോ. എന്താണത്? മയിലുകൾ പ്രപഞ്ചത്തിലെ ഈ ജീവജാലങ്ങളെല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് ദൈവം ആരെ സൃഷ്ടിച്ചത്? മറ്റെല്ലാ ജീവജാലങ്ങളും വ്യത്യസ്തമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്താണ് വ്യത്യസ്തത? മനുഷ്യൻ ആരുടെ രൂപമാണ്? അത് തന്നെയാണ് ഏറ്റവും വലിയ വ്യത്യസ്തത. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ അത് ആ വചനം നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി 1:27. നമുക്ക് ആ വചനം ഒന്ന് കേൾക്കാം. അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. നോക്കൂ, മനുഷ്യനെ ആരുടെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആരുടെ ഛായയും സാദൃശ്യ? അപ്പൊ ആൺകുട്ടികൾക്ക് മാത്രമാണോ ദൈവത്തിന്റെ ഛായ, അതോ പെൺകുട്ടികൾക്ക് മാത്രമാണോ? എല്ലാവരും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. അപ്പൊ പിന്നെ കറുത്തവരെന്നോ വെളുത്തവരെന്നോ വേർതിരിക്കാനായിട്ട് പറ്റുമോ? അങ്ങനെ വേർതിരിവ് കാണിക്കുന്നത് ശരിയാണോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കറുത്തവരെന്നോ വെളുത്തവരെന്നോ വേർതിരിക്കാൻ പാടില്ല. പൈസയുള്ളവരെന്നോ പാവപ്പെട്ടവരെന്നോ വേർതിരിക്കാൻ പാടില്ല. വലിയ വിദ്യാഭ്യാസമുള്ള ആളെന്നോ ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളെന്നോ അങ്ങനെ വേർതിരിക്കാവോ? പക്ഷെ മനുഷ്യരങ്ങനെ വേർതിരിച്ചു പോകുന്നു അല്ലേ? ഇല്ലേ? അതൊരു സത്യമല്ലേ? നമ്മുടെ സ്കൂളുകളിൽ തന്നെ ചില കുട്ടികൾ അവർക്ക് താല്പര്യമുള്ളവരുമായിട്ട് മാത്രമേ ഫ്രണ്ട്ഷിപ്പ് ഉള്ളൂ. അവരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള അല്ലേ? പൈസയുള്ളവരായിട്ട് കൂട്ടുകൂടുന്നു, പാവപ്പെട്ടവരാരും കൂട്ടുന്നില്ല. കഴിവുള്ളവരെ തന്നെ കൂട്ടുകൂടുന്നു, കഴിവില്ലാത്തവരെ മാറ്റി നിർത്തുന്നു. അങ്ങനെ മാറ്റി നിർത്താവോ? ഇല്ല. അപ്പോൾ ദൈവം ഒരിക്കലും വേർതിരിവ് കാണിക്കുന്നില്ല. ചെറിയവരെയും വലിയവരെയും എല്ലാവരും ഒരുപോലെയാണ് ദൈവം കാണുന്നത്. സങ്കീർത്തനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. സങ്കീർത്തനം 115 13 വാക്യം നമുക്ക് കേൾക്കാം.
കർത്താവിന്റെ ഭക്തന്മാരെ ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും. ശ്രദ്ധിച്ചേ മക്കളെ, കർത്താവിൻ്റെ ഭക്തന്മാരെ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. വലിയവരെ മാത്രം ഒന്നാണോ? ചെറിയവരെ മാത്രം ഒന്നാണോ? സങ്കീർത്തകൻ ഈ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, കർത്താവിന് ചെറിയവരെന്നോ വലിയവരെന്നോ ഇല്ല, എല്ലാവരും ഒരുപോലെയാണ്. അപ്പോൾ ഓർത്തുകൊള്ളുക, ഈ ലോകത്തിൽ ആരെയും ഒന്നിൻ്റെയും പേരിൽ വേർതിരിക്കാൻ പാടില്ല. ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു ആദർശമായി കുറിച്ചിടണം, ഞാൻ ഒരാളെ ഒന്നിൻ്റെ പേരിലും വേർതിരിക്കില്ല. രോഗിയെന്നോ ആരോഗ്യമുള്ളവനെന്നോ വിശുദ്ധനെന്നോ അശുദ്ധനെന്നോ അങ്ങനെ ഒന്നും ഒരാൾക്കും വേർതിരിവ് കൊടുക്കണം. കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആളെന്നോ ഒട്ടും പ്രാർത്ഥിക്കാത്തവനെന്നോ അങ്ങനെ വേർതിരിവ് കൊടുക്കാവോ? ഇല്ല, എല്ലാവരും ഒരുപോലെയാണ്. വളരെ നല്ല കുറേ അധികം ഉദാഹരണം യേശു നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ബൈബിളിൽ. ഒന്നാമത്തത്, യഹൂദരുടെ കാലത്ത് കുഷ്ഠരോഗികളെ അടുത്ത് പോകുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മാറിക്കളയണം. അതാ അന്നത്തെ നിയമം. കുഷ്ഠരോഗികളുടെ അടുത്ത് ചെല്ലാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അക്കാലഘട്ടങ്ങളിൽ കുഷ്ഠരോഗികൾ വരാൻ നേരത്ത് മണി കലിക്കൊണ്ടാ വരണം. എന്തിനാണെന്നറിയാവോ? ആൾക്കാർ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മാറിക്കൊള്ളണം, കുഷ്ഠരോഗി പോകുന്നു എന്നുള്ള സിഗ്നലാണ് ഈ മണി കുലുക്കം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ യേശു വളരെ ധൈര്യത്തോടൊരു കാര്യം ചെയ്യുന്നുണ്ട്. അത് നമുക്ക് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ കേൾക്കാം. ഒന്നാമത്തെ വാക്യം വായിച്ച മോളെ. യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. ഒന്നാമത്തെ വാക്യം മനസ്സിലായല്ലോ. യേശു മലയിൽ നിന്ന് ഇറങ്ങി വരാൻ നേരത്ത് കുറെ അധികം ജനക്കൂട്ടം പിന്നാലെ വരികയാണ്. രണ്ടാമത്തെ വാക്യം വായിച്ചേ. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അത്രയും ജനക്കൂട്ടങ്ങളൊക്കെ യേശുവിൻ്റെ കൂടെ ഉണ്ട് അല്ലേ? ആ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ഉണ്ട്. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഒരു കുഷ്ഠരോഗി വന്നിട്ട് എന്താ പറയുന്നത് യേശുവിനോട്? അങ്ങേക്ക് മനസ്സുണ്ട്. ഇത് യേശുവിനോട് ഈ കുഷ്ഠരോഗി ഇങ്ങനെ ചോദിക്കുമ്പോൾ കൂടെയുള്ളവരൊക്കെ യേശു എന്താ ചെയ്യാൻ പോകുന്നു എന്നിങ്ങനെ ആകാംക്ഷഭരിതരായി നോക്കി നിൽക്കുകയാണ്. കാരണം എത്രയും നാൾ വരെ കുഷ്ഠരോഗി എന്ന് പറഞ്ഞാൽ ഓടിക്കളയണം, ദൂരെ മാറിക്കളയണം, അങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പൊ യേശു എന്താ ചെയ്യുന്നത്? അടുത്ത വാക്യം വായിച്ചേ. യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. കണ്ടോ? എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയേക്കാണ് യേശു എന്താണ് ചെയ്യാൻ പോകുന്നത്. യേശു എന്താ ചെയ്തത്? കൈനീട്ടി അവനെ സ്പർശിച്ചു. കുഷ്ഠരോഗികൾ വരുന്ന കാണുമ്പോൾ ഓടിപ്പോകുന്നൊരു സമൂഹത്തിൽ യേശു എന്ത് ചെയ്തു? കൈനീട്ടി അവനെ തൊട്ടു. ആരും തൊടാത്ത ആളെ യേശു തൊട്ടു. ഇതിലൂടെ യേശു എന്താണ് പഠിപ്പിക്കുന്നത് മക്കളെ? യേശുവിന് ഒരാളെയും മാറ്റി നിർത്താൻ പറ്റില്ല. കുഷ്ഠരോഗിയെന്നോ ആരോഗ്യമുള്ള ആളെന്നോ ഗ്ലാമറുള്ള ആളെന്നോ മിടുക്കനെന്നോ മിടുക്കിയെന്നോ അങ്ങനെ യേശുവിന് ഒരു വേർതിരിവില്ല. എല്ലാവരും യേശു ഒരുപോലെ കാണുന്നതിന് തെളിവാണ് കുഷ്ഠരോഗിയെ സ്പർശിച്ച് സുഖപ്പെടുത്തി. വേണമെങ്കിൽ യേശുവിന് പറയാമായിരുന്നു, നീ സുഖമായിക്കൊള്ളട്ടെ അല്ലേ? തൊടാതെ പറയാമായിരുന്നു അല്ലേ? അങ്ങനെ പറഞ്ഞാലും സുഖാവില്ലേ? യേശുവിന് ശക്തിയില്ലേ? പക്ഷെ എന്നിട്ടും യേശു തൊട്ട് എന്നുകൊണ്ടാ? യേശു വലിയൊരു പാഠം പഠിപ്പിക്കുകയാണ്. യേശുവിന് ആരും ചെറിയവരല്ല, എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും യേശു തൊടും. അപ്പോൾ വലിയൊരു മെസ്സേജാണ് നമുക്ക് ഈശോ നൽകുന്നത്. ഒരാളെയും മാറ്റി നിർത്തരുത്, കുറവിൻ്റെ പേരിൽ ആരെയും മാറ്റി നിർത്തരുത്, അവഗണിക്കരുത് കേട്ടോ. ഇനി മറ്റൊരു സംഭവം ബൈബിളിൽ പറയുന്നത് നമുക്ക് കേൾക്കാം. അത് ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പൊക്കം കുറഞ്ഞ ആളുണ്ട്. ആരാണ്? അദ്ദേഹത്തിന്റെ ഭാഗം നമുക്കറിയാം, എങ്കിലും 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്ക 19 1-2 വാക്യങ്ങൾ ആദ്യം ഒന്ന് വായിക്കാം. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്ന പേരായ ഒരാൾ ഉണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. നോക്കിയേ, നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണല്ലേ. യേശു ജെറിക്കോയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ചുങ്കക്കാരിൽ പ്രധാനനായ ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേരെന്താണ്? സക്കേവൂസ്. അപ്പോൾ യേശുവിനെ കുറിച്ച് ഭയങ്കര പരാതികളാണ്. എന്താണ്? ഇവൻ പാപികളുടെയും ചുങ്കക്കാരുടെയും കൂടെ ഭക്ഷണത്തിനിരിക്കുന്നു, അവരുടെ വീട്ടിൽ പോകുന്നു, അങ്ങനെ പരാതികളൊക്കെ പറഞ്ഞു നടക്കുന്ന സമയം. ആ സമയത്ത് തന്നെയാണ് യേശു ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? ആ സക്കേവൂസ് മരത്തിന്റെ മേളിലിരിക്കുന്ന സമയത്ത് അതിന്റെ അടുത്ത് എന്നിട്ട് യേശു എന്ത് പറയും? സക്കേവൂസ് ഇറങ്ങി വാ. എന്നിട്ട് എന്താ പറയുന്നത്? ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ വരാൻ പോവാ. അന്നത്തെ കാലത്ത് വലിയ പ്രമാണിമാരൊക്കെ വലിയ കൽപ്പനകളെ പോലെ കാത്തു പരിപാലിക്കുന്ന ഒരു കാര്യമാണ്. പാപികളുടെയും ചുങ്കക്കാരുടെയും വീട്ടിലൊന്നും പോകാൻ പാടില്ല, അവരൊക്കെ ചീത്ത ആൾക്കാരാണ്, അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊള്ളണം. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കേ യേശു ഒരു പാപിയുടെ വീട്ടിൽ ഞാനിന്ന് നിന്റെ വീട്ടിലേക്ക് വരികയാണെന്ന് പരസ്യമായിട്ട് പറയാം.
അല്ലേ? അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത്? 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു. കണ്ടോ? ഇത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം, യേശുവിന്റെ കൂടെ വന്ന ആൾക്കാരാ, അവരെല്ലാവരും എന്ത് ചെയ്തു? പിറുപിറുക്കാൻ തുടങ്ങി. ഇനി എന്താണ്? ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ. എന്ത് കഷ്ടമാണിത്! ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ, അല്ലേ? എന്ത് കഷ്ടമാണിത്! അപ്പം ആൾക്കാരുടെ മനസ്സൊന്നും അല്ല ഈശോ നോക്കിയത്. ഈശോ ലോകത്തിന് മുഴുവൻ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. ഈശോയുടെ മുന്നിൽ പാപിയെന്നോ, അല്ലേ, ചുങ്കക്കാരനെന്നോ, കൂടുതലായിട്ട് ധനം പിരിച്ച ആളെന്നോ ഒന്നുമില്ല. ഈശോയ്ക്ക് എല്ലാവരും തുല്യരാണ്. ഈശോ സക്കേവൂസിന്റെ വീട്ടിൽ കടന്നു നിന്നിട്ട് ആദ്യം പറഞ്ഞത് എന്താ? ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, വീണ്ടും യേശു നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു, ഒരാളെ ഒന്നിന്റെ പേരിലും കുറ്റപ്പെടുത്തരുത്, മാറ്റി നിർത്തരുത്, അവഗണിക്കരുത്. നമുക്ക് കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് പറയാം, പ്രൈസ് ദി ലോർഡ്. മറ്റൊരു ഭാഗം കൂടിയുണ്ട് ബൈബിളിൽ, ഒരു പാപിനിയായ സ്ത്രീയുമായിട്ട് ഉള്ള ഒരു സംഭവം. അത് ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായമാണ്. 7-ാം അധ്യായത്തിൽ 36-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 36. ഫരിസേയയെ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കുവാൻ അവനെ ക്ഷണിച്ചു. യേശു അവന്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. ഒരു ഫരിസേയൻ യേശുവിനെ ഒരു ഡിന്നറിന് ക്ഷണിച്ചു. കുറച്ച് ഭക്ഷണം കഴിക്കാം വാന്നും പറഞ്ഞ് അയാളുടെ വീട്ടിൽ ഒരു വിരുന്നൊരുക്കി. അന്നേരം എന്താ സംഭവിക്കുന്നത്? ആ വിരുന്നിന് യേശു ചെന്നു. അപ്പൊ ആ വിരുന്നിൽ വെച്ചൊരു കാര്യം നടക്കുന്നുണ്ട്. അടുത്ത വാക്യം വായിച്ച മോളെ. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസേയന്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരുന്നു എന്ന് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു. യേശു ഈ ഫരിസേയന്റെ വീട്ടിൽ ഡിന്നറിന് പോകുന്നുണ്ടെന്നുള്ള ന്യൂസ് എങ്ങനെയോ ഈ പാപിനിയായ സ്ത്രീ അറിഞ്ഞു, അല്ലേ? പ്രധാനപ്പെട്ട ആൾക്കാർ എങ്ങോട്ടെങ്കിലൊക്കെ പോകുന്ന എങ്ങനെയെങ്കിലുമൊക്കെ അറിയും, അല്ലേ? യേശു അവിടെ വരുന്നുണ്ടെന്ന് ഈ പാപിനിയായ സ്ത്രീ അറിഞ്ഞു. അവൾ എന്ത് ചെയ്തു? അവൾ ഒരു ഭരണി നിറയെ സുഗന്ധ തൈലവുമായിട്ട് അങ്ങോട്ട് ചെന്നു. എന്നിട്ട് അവൾ എന്താ ചെയ്തത്? അടുത്ത വാക്യം വായിച്ചേ. അവൾ അവന്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണീരുകൊണ്ട് അവൾ അവന്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു. നോക്കിക്കേ മക്കള്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഒരാളും ചെയ്യാത്ത കാര്യങ്ങളാണ് അവൾ ചെയ്യുന്നത്, അല്ലേ? കരഞ്ഞുകൊണ്ട് നിന്നു, പിന്നെന്താണ്? പാദത്തിൽ സുഗന്ധതൈലം ഒഴിച്ചു, ചുംബിച്ചു, തലമുടി കൊണ്ട് തുടച്ചു. അങ്ങനെ ഒരാളും ചെയ്യാത്ത കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്നവർക്കൊക്കെ ചില ചിന്തകൾ അവരുടെ മനസ്സിലൂടെ, ആരും പുറത്തു പറയുന്നില്ല, ഒരാൾ ചിന്തിക്കുന്ന കാര്യം എൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. എന്താണ്? 39-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവനെ ക്ഷണിച്ച ആ ഫരിസേയൻ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു, ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നോ ഏത് തരക്കാരിയെന്നോ അറിയുമായിരുന്നു. ഇവൾ ഒരു പാപിനിയാണല്ലോ. ഇത് കണ്ടപ്പോൾ യേശുവിനെ ക്ഷണിച്ച ആ ഫരിസേയൻ ഉള്ളിൽ വിചാരിക്കുകയാണ്, ഇവൾ ആരാണെന്ന് ഇവന് മനസ്സിലാകുന്നില്ലേ? ഇവളൊരു പാപിയല്ലേ? എന്നിട്ട് എന്താണ് ഇവളിങ്ങനെ ചെയ്യാനായിട്ട് യേശു അനുവദിക്കുന്നത്? അയാളുടെ ഉള്ളിലുള്ള ചിന്തയാണ്. പക്ഷെ യേശു അത് വല്ലതും മൈൻഡ് ചെയ്യുന്നുണ്ടോ? പ്രിയപ്പെട്ട മക്കളെ, എന്താണ് യേശു ഇതിലൂടെ നൽകുന്ന മെസ്സേജ്? യേശുവിന് ആരും ചെറിയവരോ വലിയവരോ അല്ല, എല്ലാവരും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് യേശു മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലൂടെ പറയുന്നത്. എന്താ പറയുന്നത്? ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. കണ്ടോ ഈ വചനം? കേട്ടോ? ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഒരാൾ പോലും നശിക്കരുത്. നമ്മളെങ്ങനെയാ? അവൻ പോയി നശിക്കട്ടെ, അവൻ തോക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യം, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. യേശു അങ്ങനെയല്ല. ഈ ഭൂമിയിൽ ഒരാൾ പോലും നശിക്കരുതെന്നാണ് സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നതെന്നാണ് നമ്മളോട് പറയുന്നത്. നമുക്കൊരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി ഒരു പ്രൈസിലോട് പറയാം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ ഗോഡ്സ് ഫെയ്ഡ് എപ്പിസോഡിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുകയാണ്, ഒരാളെയും ഒന്നിൻ്റെ പേരിലും വേർതിരിച്ച് നിർത്തരുത്, മാറ്റി നിർത്തരുത്. ഭാരതത്തിൽ പണ്ട് താഴ്ന്ന ജാതിക്കാര് ഉയർന്ന ജാതിക്കാരെന്ന് പറഞ്ഞ് വേർതിരിവുണ്ടായിരുന്നു, അല്ലേ? പഠിച്ചിട്ടില്ലേ? അതിപ്പോ ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. സത്യത്തിൽ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോഴും ഉണ്ട്, അല്ലേ? ഇപ്പോഴും ഉണ്ട്. ഉയർന്നവരെന്നും താഴ്ന്നവരെന്നും ഉണ്ട്. അമേരിക്കയിൽ വെള്ളക്കാരെന്നും അല്ലേ, വെള്ളക്കാരെന്നും കറുത്തവരെന്നും ഉണ്ട്. ഇപ്പോഴും ഉണ്ട്, അല്ലേ? ഇതൊക്കെ മാറണം. നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ഈ ചിന്തകളൊക്കെ മാറണം. കറുത്തവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പൊക്കം കുറഞ്ഞവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തടിയില്ലാത്തവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമുക്കാണ് ഈ ഗ്ലാമറും വെളുപ്പും കറുപ്പും തടി കൂടുതലും തടി കുറഞ്ഞും ഒക്കെ നോക്കുന്നത്. ഈശോയ്ക്ക് എല്ലാവരും
ഒരുപോലെ. അപ്പൊ അത് ഓർത്ത് വെച്ചോളണം കേട്ടോ. എബ്രഹാം ലിങ്കൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവമുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടി ഒരു ഈവനിങ് വാക്കിന് വേണ്ടിയിട്ട് പോവുകയാണ്. വൈകുന്നേരം വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എതിരെ വൃദ്ധനായ ഒരു നീഗ്രോ, ഒരു കറുത്ത വർഗക്കാരനായ ഒരു അപ്പൂപ്പൻ നടന്നു വരുന്നു. എബ്രഹാം ലിങ്കൻ ഇയാളെ കണ്ട ഉടനെ തന്നെ അങ്ങോട്ട് ചെന്ന് അയാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ഹലോ, എന്തുണ്ട് വിശേഷം എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിശേഷങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ ഈ നീഗ്രോ അപ്പൂപ്പന് അത്ഭുതം, അമേരിക്കൻ പ്രസിഡന്റ് എൻ്റെ അടുത്ത് വന്നിട്ട് കുശലാന്വേഷണം നടത്തുന്നു. അയാൾക്ക് എന്തെന്നില്ല സന്തോഷം. അയാൾ കുറേ വർത്തമാനം പറഞ്ഞു അല്ലേ. ചില ആൾക്കാർക്ക് അങ്ങനെയല്ല അല്ലേ, ഏറ്റവും വലിയ ആൾക്കാരെ സംസാരിക്കുമ്പോൾ കൂടുതൽ വർത്തമാനം പറയും. അപ്പോൾ കുറേ അധികം നേരം നിന്ന് വർത്തമാനം പറഞ്ഞു. അവസാനം ബൈ പറഞ്ഞ് പോരുമ്പോൾ എബ്രഹാം ലിങ്കൻ്റെ ഫ്രണ്ട് കൂടെ വന്ന ആൾ പറയുകയാണ് എബ്രഹാം ലിങ്കനോട്, ലിങ്കൻ, നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങളൊരു അമേരിക്കൻ പ്രസിഡന്റാണ്. ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ആൾ താഴ്ന്ന വർഗ്ഗക്കാർ ഇങ്ങനെ ഒരു കറുത്ത വർഗ്ഗക്കാരനോട് ഇത്രയും സംസാരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? കണ്ടോ, ഉപദേശിക്കുകയാണ്. ഇത്രയൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. അയാൾ താഴ്ന്ന വർഗ്ഗക്കാരാണ്. അപ്പൊ അബ്രഹാം ലിങ്കൻ പറയുന്നൊരു കാര്യമുണ്ട്, സുഹൃത്തെ, എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ഇവിടെ ആരും വലിയവരെന്നോ ചെറിയവരെന്നോ ഇല്ല, എല്ലാവരും ഒരുപോലെയാണ്. അങ്ങനെ ആയിരിക്കണം നാം കാണേണ്ടത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഓർത്തു നോക്കൂ, അബ്രഹാം ലിങ്കൻ അമേരിക്കയിൽ പ്രസിഡന്റ് ആയിരുന്നവരിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരാളാണ്. എന്താ കാരണം? അയാൾക്ക് ഈ വർണ്ണവർഗ വിവേചനം ഇല്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു വിവേചനം അയാൾ കൽപ്പിച്ചില്ല. അതുകൊണ്ട് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രസിഡന്റ് ആയിത്തീർന്നു. എനിക്ക് മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഭാവിയിൽ ആര് വേണമെങ്കിലാകാം, പഠിച്ച് ഉന്നതത്തിലെത്താം. ചില ആൾക്കാർ IAS-കാരാവാം, ചിലർ ഡോക്ടേഴ്സ് ആവാം, ചില അച്ഛന്മാരും ബിഷപ്സും ആകാം, ചിലർ സിസ്റ്റേഴ്സും പ്രൊവിൻഷ്യൽ അമ്മയൊക്കെ ആവാം. എത്ര വലിയ ആൾക്കാരായാലും ഒരാളെയും ചെറുതായി കാണരുത്, അവഗണിക്കരുത്. ഇതാണ് ഇന്നത്തെ മെസ്സേജ്. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഷാലോം TV-യിലൂടെ നമ്മളെ കാണുന്ന എല്ലാ പ്രേക്ഷകരായ കുട്ടികൾക്കും ഈ ഒരു മനോഭാവം ഉണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കണ്ണുകളെ അടയ്ക്കാം. നമുക്കെല്ലാവർക്കും കണ്ണുകളടച്ച് കൈകൾ നെഞ്ചോട് ചേർത്ത്, ഓ എൻ്റെ ഈശോയെ, എല്ലാവരെയും ഒരുപോലെ കാണുവാൻ, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ, എല്ലാവരെയും ഒരു മനസ്സോടെ ഉൾക്കൊള്ളുവാൻ, ആരെയും വേർതിരിവില്ലാതെ കാണുവാൻ എൻ്റെ ഹൃദയത്തെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങയെപ്പോലെ ചെറുതാകുവാൻ, അങ്ങയെപ്പോലെ സ്നേഹിക്കുവാൻ എൻ്റെ ജീവിതത്തെ നീ ഒരുക്കണമേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാം. ആരെയും പകയോടെ നോക്കാതെ, ആരോടും പരിഭവം പറയാതെ, എല്ലാവരെയും സ്നേഹിക്കാൻ യേശുവേ നിൻ കൃപയേകണമേ. എല്ലാവരെയും സ്നേഹിക്കാൻ യേശുവേ നിൻ കൃപയേകണമേ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മളും നമ്മുടെ സ്നേഹത്തിൽ നിന്ന് ഒരാളെ പോലും മാറ്റി നിർത്താൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമുക്കും എല്ലാവരെയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. എല്ലാവരെയും ഉയർത്താനായി നമുക്ക് ചെറുതാകാം. നിങ്ങൾക്കേവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഗോഡ്സ് വേയിൽ വീണ്ടും കാണും വരെ ഏവർക്കും ഹൃദയം നിറയെ നന്ദി. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മയിലുകൾ കൂടി നൃത്തമാടി, കുയിലുകൾ പിന്നണിയിൽ പാടി. മയിലുകൾ കൂടി നൃത്തമാടി, കുയിലുകൾ പിന്നണിയിൽ പാടി. മരക്കൊത്തി മരത്തിന്മേൽ തകതിമി താളം, തവളകൾ മുശങ്കുമേളം. മരക്കൊത്തി മരത്തിന്മേൽ തകതിമി താളം, തവളകൾ മുശങ്കുമേളം. അറിഞ്ഞുവോ നിങ്ങൾ അറിഞ്ഞു